അതുപോലെ തന്നെ എൻ്റെ മെറിൻ മോംസി ട്രെയിനർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ഇതിന്റെ ഷോർട്സ് ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോൾ കൂടുതൽ യൂട്യൂബിന്റെ പുറകെ നിൽക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം വൺസ് എൻ്റെ ഒരു ഡ്രീം ഞാൻ അച്ചീവ് ചെയ്തതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിന് ഓട്ടോമാറ്റിക്കലി വളരട്ടെ എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് യൂട്യൂബിന് കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ നമ്മുടെ ഹോം സയൻസിലെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹോം സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ചില പൊടിക്കൈകൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പൊടിക്കൈകളിൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഈ കമ്മൽ കളക്ഷൻ കാണിക്കുകയോ ചേച്ചി എന്ന് ചോദിച്ചിട്ടുള്ള ഒരു കമന്റിന് എല്ലാ കമ്മലും നിരത്തി വെച്ചതുപോലെ തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു ബോക്സ് ആയിട്ടാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു ലൈക്ക് സാറ്റർഡേ, സൺഡേ, ഫ്രൈഡേ, മൺഡേ ഇങ്ങനെ തുടങ്ങുന്നത് കേട്ടോ. സാറ്റർഡേ, സൺഡേ, ഫ്രൈഡേ, മൺഡേ അങ്ങനെ കൊടുത്തിരിക്കും. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എൻ്റെ ഒരു ഓർഡറിലായിരിക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ നമ്മുടെ തിങ്കൾ മുതൽ വെള്ളി വരെ അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലെ എല്ലാ ദിവസത്തിലും ഒരു ഓർഗനൈസർ ആയിട്ട് മെഡിസിൻ ഓർഗനൈസർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയത്. പക്ഷെ മെഡിസിൻ ഇട്ട് വെക്കുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ എന്താ പറയുന്നത് ഒലിച്ചു പോകുന്ന പോലെ. അപ്പോൾ ഞാൻ പിന്നെ ആവശ്യമില്ലാതിരിക്കുന്ന കണ്ടപ്പോഴാണ് ഒരുപാട് റിങ്സ് ഞാൻ ഇതിൽ ഇടാൻ തുടങ്ങി. റിങ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട് ആദ്യം കുറച്ചും കൂടിയും വേറെ നവീകരിച്ച സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, തെർമോക്കോളിൽ കുത്തി വെക്കുന്ന അങ്ങനത്തെ ഒക്കെ. പക്ഷെ അതിനേക്കാളൊക്കെ എനിക്കിത് നല്ല ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നി. ഇതിന്റെ ബോക്സ് ഒക്കെ ഇങ്ങനെ എന്താ പറയുക ഊരിയെടുക്കാനോ അങ്ങനെയൊക്കെ പറ്റുമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഊരിയെടുത്ത് മാറ്റി വെച്ചോണ്ട് ഇങ്ങനെ ആയതായിരിക്കും ചിലപ്പോൾ. അപ്പൊ ഞാൻ എൻ്റെ എന്തായാലും ഈ കുറച്ച് കമ്മൽ കളക്ഷനൊക്കെ കാണിക്കാം കേട്ടോ. കമ്മലല്ല, റിങ്ങിന്റെ കളക്ഷൻ കാണിക്കാം. ഇതിലെല്ലാ റിങ്ങും നല്ല റിങ്സ് ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പല റിങ്ങുകളും വർഷങ്ങളായിട്ട് അതിന്റെ കളേഴ്സ് പോയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇട്ട് കാണിക്കാം. എൻ്റെ ഒരു റിങ് ആണിത്. എൻ്റെ ബ്ലൂ കളറിലുള്ള ഇതിൽ ഈ രണ്ടും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. കണ്ടോ? പിന്നെ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. ഓരോന്ന് മാറ്റി വെക്കുമ്പോഴാണ് അതിന്റെ ഭംഗി മനസ്സിലാവുന്ന. എല്ലാം കൂടെ ഒരുമിച്ചിടുമ്പോൾ അത്ര തോന്നില്ല. ഇത് ഭംഗി കണ്ടിട്ടോ അറിയില്ല, പക്ഷെ ഞാനിത് പലതിൻ്റെയും കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിടുന്ന ഒരു റിങ് ആണ് ഇത്. അടുത്തത് ഇതെൻ്റെ എൻ്റെ കുറേ കാലം എൻ്റെ കയ്യിൽ കിടന്നിരുന്ന ഒരു റിങ് ആണിത്. മിക്കവാറും ഇട്ടുകൊണ്ട് നടന്നിരുന്ന ഒരു റിങ് ആണ് ഈ ഒരു ക്രോസ് ഉള്ള ഒരു റിങ്. ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. സോ ഇനി അടുത്ത റിങ് നമുക്കൊന്ന് പരതാം. ഇതൊരു പാർട്ടി വെയറിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷെ ഇതിൻ്റെ ഒരു സ്റ്റോണ് പോയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫിനിഷിങ് ഒന്ന് കണ്ടോ? ഒന്നൊന്നല്ല കേട്ടോ, കുറേ പോയിട്ടുണ്ട്. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ദൂരത്തേക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ കുറെ അകലത്തേക്കൊരു വ്യൂ കൊടുക്കുന്ന ചില ഡ്രസ്സിനൊക്കെ നന്നായി സ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു നല്ല റിങ് ആണ് ഇത്. ഓക്കെ, ഇനി കുറച്ച് സിമ്പിൾ സാധനങ്ങൾ കാണിച്ചു തരാം. അതായത് വളരെ ഇട്ടു തോന്നാത്ത പോലത്തെ ചില ആൾക്കാരാണ് ഇതൊക്കെ. എല്ലാ റിംഗ് ഫിംഗറിൽ മാത്രം മുതിരിടുന്ന ആളൊന്നല്ല. ഞാനിങ്ങനെ 10 വിരലിൽ മുതിരിട്ട് നടക്കാൻ പറ്റുമെങ്കിൽ അത്രയും ഇടും. പിന്നെ ഒരു കൈൻ്റെ കൂടെ വേറെ പലതും ഞാനിങ്ങനെ ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കും. ഇത് ചേരുന്നുണ്ടോ, അതിനകത്ത് ചേരുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇടുന്ന കുറച്ച് മോതിരങ്ങളാണ്. സിമ്പിൾ സാധനങ്ങളാണ്. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കടയിൽ ഇങ്ങനെ 3 രൂപ 2 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കിട്ടുന്നതാണ്. ഞാൻ പിന്നീട് പറക്കി എടുത്തോളാം കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെയുള്ള കുറച്ച് റിങ്സ് ആണ്. ഈ പറഞ്ഞ പോലെ മെറ്റൽ റിങ്സ് ആണ്. ഇതൊക്കെ ഒരു ബോൾ ടൈപ്പ് കണ്ടോ, ഇങ്ങനത്തെ ഒരു ബോൾ ടൈപ്പ് റിങ്. ഒന്നും വലിയ അങ്ങനെ എക്സ്പെൻസീവേ അല്ല. ഒരു ലെസ് എക്സ്പെൻസീവ് നമ്മൾ കാണുമ്പോൾ വില കണ്ടിട്ട് വാങ്ങിക്കില്ലേ, വില കുറവ് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും കുറേ വാങ്ങി വയ്ക്കുക. അങ്ങനെ ഞാൻ 10 എണ്ണമൊക്കെ എടുത്തിട്ട് പോരുന്ന ഒരു ഇത് ആദ്യം നല്ല രസമായിരുന്നു. ഇതിൻ്റെ ഒരു പർപ്പിൾ കളർ സ്റ്റോൺ ഇങ്ങനെ തിളങ്ങുമായിരുന്നു. ഇപ്പം അതിൻ്റെ ആ കളർ പോയതുകൊണ്ട് ഞാൻ അതേ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇപ്പോഴത്തെ ഇതിൽ എൻ്റെ ഇഷ്ടപ്പെട്ട ആളെന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാർ ആണ് കേട്ടോ. ഞാൻ അതിനെ ഒന്ന് സെപ്പറേറ്റ് എടുത്ത് കാണിച്ചു തരാതെ. ഇവനെ എനിക്ക് ഭയങ്കര എന്നാൽ ബ്ലാക്ക് മെറ്റലും ആണ്. പിന്നെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു സെറ്റപ്പ് റിംഗ് ആണ്. ഇത് ഞാൻ ഇടയ്ക്ക് എടുക്കാറുണ്ട്. ഇനി ഇതെന്താ പറയുക, ഇത് റിംഗ് അല്ല, കാലിലിടുന്ന മിഞ്ചിയാണ്. പക്ഷെ കാലിൽ ഒക്കെ എടുക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ കയ്യിലിട്ട് തുടങ്ങി. അതാണ് ഇത്. കയ്യിലിട്ട് കാണിച്ച് വലിയ ഇതൊന്നുമില്ല. പിന്നെ കുട്ടികൾക്ക് എൻ്റെ മക്കൾ എൻ്റെ മോതിരത്തിന് കളക്ഷൻ കാണുമ്പോൾ അമ്മ ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുവരും. അപ്പോൾ അവനൊക്കെ ചെറുതല്ലേ, അപ്പോൾ 1, 2 ആയതുകൊണ്ട് ഇങ്ങനത്തെ മിഞ്ചികളൊക്കെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചെറിയ കയ്യിലേക്കും സ്യൂട്ടാവും. ഇനി ഇതൊക്കെയാണ് കൂടുതലിടുന്നത്. ഇത് ഒരു കാലത്ത് എൻ്റെ ട്രെൻഡ് സെക്ടർ ആയിരുന്നു. എല്ലാത്തിൻ്റെ കൂടെ ഇട്ടുകൊണ്ട് നടക്കും. ഭയങ്കര ഇതായിരുന്നു ഈ സാധനം. ഇത് അതുപോലെ ഒരു മിഞ്ചിയാണ്, ഒരു ഹെവി മിഞ്ചിയാണ് ഇത് രണ്ടും. പക്ഷെ ഇത് ബ്യൂട്ടിഫുൾ റിങ്സ് ആണ്. അതുകൊണ്ടാണ് 2 എണ്ണം പെയർ ചെയ്ത് വാങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇവൻ എൻ്റെ ബർത്ത്ഡേയിൽ പോലെ തന്നെ കേക്ക് കട്ടിങ്ങിൽ ആ
സംഭവത്തിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അന്ന് എൻ്റെ ഡ്രസ്സിന്റെ കളറും ഇതായിരുന്നു. അപ്പൊ ആ കോംബോനെ ബ്യൂട്ടിഫുൾ ആക്കാൻ ഈ ഒരു മോതിരത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇത് ഞാൻ തനിയെ വാങ്ങി നടക്കുന്ന ഈ പറഞ്ഞ പോലെ മെറ്റൽ റിങ്സ് ആണ്. 2 രൂപ, 5 രൂപ, 10 രൂപയുടെ താഴെ, അത്രയാണ് എൻ്റെ വില. ഇതൊക്കെ എൻ്റെ ഒരു ഗുഡ് കളക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. മിസ്സസ് ഇന്ത്യക്ക് പോകുമ്പോഴാണ് ഞാൻ കുറച്ച് കോസ്റ്റ്ലി റിങ്സുകൾ വാങ്ങി തുടങ്ങിയത്. അപ്പോൾ അതിലെ ഏറ്റവും എൻ്റെ നല്ല വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു റെഡ് സ്റ്റോൺ സാധനമാണിത്. എനിക്കിഷ്ടമാണ്. അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാലും നല്ല എടുത്ത് കാണിക്കുന്നൊരു റിങ്ങാണത്. പിന്നെ ഇതെനിക്ക് ഗിഫ്റ്റാണ്. എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് എനിക്ക് തന്നിട്ടുള്ള കല്ലൊന്നും പോവാതെ കളറൊന്നും പോവാതെ സൂക്ഷിച്ചിട്ടുള്ളൊരു റിങ്ങാണ്. ഇതെനിക്ക് ഫേവററ്റ് ആണ്. ഇതെനിക്ക് ഈ പറഞ്ഞതുപോലെ ഗിഫ്റ്റ് കിട്ടുന്നത്, എനിക്ക് എവിടുന്ന് ഇതുമാതിരി ഗിഫ്റ്റ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. എനിക്ക് ആരൊക്കെയോ എനിക്ക് തരാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ കിട്ടുന്ന ഓർണമെന്റ്സ് ആണ്. ഞാൻ അതിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു അതെനിക്ക് ഒത്തിരി കിട്ടുന്നത്. ഇത് കളർ പോയി, കളറുള്ള സമയത്ത് കൊള്ളാമായിരുന്നു. ഇത് ആക്ച്വലി എൻ്റെ മമ്മിയുടെ റിങ്ങാണ്. മമ്മിയുടെ കയ്യിൽ കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണിത്. പിന്നെ ഇതൊരു ബ്ലാക്ക് റോസ് കണ്ടോ, വാവ്, ഒരു വാവ് ഫീലുള്ള എൻ്റെ ഇഷ്ടപ്പെട്ടൊരു റിങ്ങാണിത്. അപ്പോൾ ഈ കളിയും കഴിയുന്നു. ഇനി ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ച റിങ് എന്ന ലിസ്റ്റിൽ വരുന്ന ആളാണ് ഇവൻ. നിങ്ങളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസിൽ. മോസ്റ്റ് വലിയ റിങ്. അതുപോലെ ഇതിനിവിടെ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു, അത് പോയാലും ഞാൻ അതിന് വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഈ കല്ലുണ്ടല്ലോ, ഇത് പ്രത്യേകം ഒരു പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുള്ളൊരു സംഭവമാണ്. വേറെ ഇതിൻ്റെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഈ റിങ്ങിന് ഭയങ്കര പ്രത്യേകത തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കളർ കുറഞ്ഞുകൊണ്ട് ഇപ്പം അധികം ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ ഇതും ഒരു ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള നല്ല തിളക്കുള്ള സ്റ്റോൺ ആയിരുന്നു. പിന്നെ ഇതും അതുപോലെയൊക്കെ പണ്ടത്തെ താരങ്ങളായിരുന്നു ഇവരൊക്കെ. പക്ഷെ ഇപ്പോഴും എന്നെ കളക്ഷനിൽ നിന്ന് അവർ മാറിയിട്ടില്ല. ബിക്കോസ് വൺസ് ഞാൻ അവരെ അത്രയും സ്നേഹിച്ചിരുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, ഇതിന് ഇട്ടമായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ ഇത് ഞാൻ ഒരുപാട് ഇട്ടിട്ട് നസർ വരാതിരിക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇത് ഇസ് മൈ ലാസ്റ്റ് റിങ്. ഇപ്പൊ ഞാൻ സൂക്ഷിച്ച് എടുത്ത് വെച്ചിട്ടുള്ള റിങ്ങുകളൊക്കെയാണ്. ഈ പറഞ്ഞ ലിസ്റ്റ് റിങ്ങുകളൊക്കെ തന്നെ സുരക്ഷിതമാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഓർഗനൈസറിൽ. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു ഓർഗനൈസർ ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വാങ്ങി ഷോപ്പിലും കിട്ടും. ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ ഇട്ട് സൂക്ഷിക്കാൻ പറ്റും. ഡെയിലി എടുക്കാനും ഒക്കെ നല്ല എളുപ്പമാണ്. ഈ സംഭവം എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ തന്നെ ഇത് അങ്ങോട്ടും ഞാനോ മക്കളോ മാറ്റി വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ നിങ്ങൾ മുതൽ വലിയവരെ മാറിക്കിടക്കുന്നത്. സോ ഇനിയും നല്ല വീഡിയോസ് ഇൻട്രസ്റ്റിംഗ്ലി വരാം. എന്റെ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.